ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്ലാസിക്കുകളിലേക്ക് നോക്കാം. ചാമരം, ഒരു കോളേജ് ക്യാമ്പസിനെ പശ്ചാത്തലമാക്കി പ്രണയത്തിന്റെയും സാമൂഹിക വ്യത്യാസങ്ങളുടെയും മനുഷ്യ മനസ്സിന്റെയും സങ്കീർണത അവതരിപ്പിച്ച സിനിമ. ഈ സിനിമയിൽ പ്രണയം ഒരു സന്തോഷാനുഭവമല്ല, അത് ചിലപ്പോൾ മുറിവാണ്, ചിലപ്പോൾ നഷ്ടമാണ്, ചിലപ്പോൾ ജീവിതം മുഴുവൻ പിന്തുടരുന്ന ഒരു ഓർമ്മയാണ്. ഭരതൻ ആ വികാരങ്ങളെ അത്രയും നിശബ്ദമായി അവതരിപ്പിച്ചു. പ്രേക്ഷകരാണ് കഥാപാത്രങ്ങളുടെ വേദന അനുഭവിച്ചത്. ഭരതന്റെ കരിയറിലെ ഏറ്റവും മനോഹരമായ ദൃശ്യാനുഭവങ്ങളിൽ ഒന്നാണ് വൈശാലി. പുരാണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ സിനിമയിൽ ഓരോ ഫ്രെയിമും ഒരു ചിത്രകലയാണ്. മഴ, പർവ്വതങ്ങൾ, അരുവികൾ, പ്രകൃതിയും സംഗീതവും മനുഷ്യവികാരങ്ങളും അത്ഭുതകരമായി ചേർന്ന അപൂർവ സൃഷ്ടി. ഈ സിനിമ കണ്ടാൽ ഭരതൻ ആദ്യം ഒരു ചിത്രകാരനായിരുന്നു എന്ന കാര്യം വീണ്ടും വീണ്ടും ഓർമ്മ വരും. ക്യാമറ വെറും ദൃശ്യങ്ങൾ പകർത്തുന്നില്ല, ഓരോ ഫ്രെയിമും ഒരു പെയിന്റിംഗ് ആയി മാറുന്നു. അതാണ് ഭരതന്റെ മാജിക്. പല നിരൂപകരും ഭരതന്റെ ഏറ്റവും മികച്ച ചിത്രമായി വിശേഷിപ്പിക്കുന്നത് അമരമാണ്. ഒരു മത്സ്യത്തൊഴിലാളിയായ അച്ഛന്റെയും മകളുടെയും കഥ പറഞ്ഞ ചിത്രത്തിൽ കടൽ ഒരു പശ്ചാത്തലം മാത്രമല്ല, കടൽ ചിലപ്പോഴൊക്കെ ഒരു ഭയമാണ്, കടൽ ചിലപ്പോൾ ജീവിതമാണ്. അത് ഒരു വികാരമായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായി ഇന്നും അമരം ചർച്ച ചെയ്യപ്പെടുന്നു. എന്നാൽ ആ പ്രകടനത്തിന് പിന്നിൽ കഥാപാത്രത്തെ അത്രയും ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു. അത് ഭരതനായിരുന്നു.